ഇന്ന് രാവിലെ സമയത്ത് 8 മണിക്ക് എണീച്ചു. ഇന്നത്തെ പ്ലാൻ പ്രകാരം ഇനി വസിഷ്ഠും പിന്നെ ജോഗ്നിയും ഹഡിംബയാണ് പോകാനുള്ളത്. ടൈം ഒരുപാടുണ്ട്. പിന്നെ ഹഡിംബ ക്ലോസ്ഡാണ്, അവിടെ എന്ത് പൂജയാണെന്നൊക്കെയാണ് പറയുന്നത്. കറക്റ്റായിട്ട് അറിയില്ല, പോയിട്ട് നോക്കാം. You are watching mountains, sky, ocean, monuments, countries, histories, stories. You are watching Chronicles of Pratyush. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് 4 പൂരിയും ഒരു മുട്ടയും കുറച്ച് വെർമിസില്ലി, കുറച്ച് കോൺഫ്ലെക്സും കൂടി ചേർക്കും. പിന്നെ എന്താ ഗ്രേപ്പ് ജ്യൂസ്. ദിവസത്തെ മണാലി വാസത്തിന് ശേഷം ഇന്ന് ഞങ്ങൾ മണാലിനോട് വിട പറയുകയാണ്. ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് വൈകുന്നേരം കൊണ്ട് നമ്മൾ മണാലി വിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് പോകും. ഇന്ന് ആദ്യം പോകുന്ന സ്പോട്ട് ഹഡിംബ ടെമ്പിളാണ്. അങ്ങോട്ടേക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നങ്ങനെ അധികം ദൂരമൊന്നും പോകാനില്ല, ഈ അടുത്തുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യം ഹഡിംബ, അത് കഴിഞ്ഞ് ജോഗ്നി, പിന്നെ വസിഷ്ഠ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ഹോട്ടലിൽ സ്ഥിതി ചെയ്യുന്നത് തന്നെ ഓൾഡ് മണാലി ഭാഗത്താണ്. ഇവിടെ നടക്കാനുള്ള ദൂരമേ ഹഡിംബ ടെമ്പിളിലേക്കുള്ളൂ. പക്ഷേ ലഗേജും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് വണ്ടിയിൽ പോകുന്നത്. 2ാം വട്ടവും മണാലിയിൽ വന്നു പോകുമ്പം മണാലി എനിക്ക് തരുന്ന ഓർമ്മകൾ വളരെ വലുതാണ്. 2 പ്രാവശ്യം 2 രീതിക്കാണ് ഞാൻ മണാലി കണ്ടത്. ഒന്ന് കുറച്ച് മഞ്ഞുള്ള രീതിക്കും, ഇപ്പം മഞ്ഞില്ലാത്തൊരു സണ്ണി ആയിട്ടുള്ളൊരു വെതറിലും. മഞ്ഞില്ലെങ്കിലും മണാലിനെ നിരാശപ്പെടുത്തിയിട്ടൊന്നുമില്ല. എന്തൊക്കെയോ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മണാലി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഇറങ്ങി നേരെ ചെല്ലുന്നത് മെയിൻ റോഡിലേക്കാണ്, നമ്മുടെ ലഡാക്കൊക്കെ പോകുന്ന ആ സെയിം വഴി. അവിടുന്ന് വേണം മാൾ റോഡ് ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടുന്ന് നേരെ മേലേക്കാണ് ഹഡിംബ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്, ഓൾഡ് മണാലി തന്നെ. ഇന്നലെ പോയ വണ്ടിയല്ല, ഇന്നൊരു ഇന്നോവയിലാണ് യാത്ര ചെയ്യുന്നത്. അധികം ദൂരമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. നേരെ വണ്ടി മെയിൻ റോഡിലേക്ക് കയറി. ചുറ്റും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ് മണാലി, ഓൾഡ് മണാലി. നിറച്ച് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ സൈഡിൽ നിർത്തിയിട്ടിട്ടൊക്കെ ഉണ്ട്. വണ്ടി ഇപ്പം നേരെ മാൾ റോഡിൻ്റെ ഭാഗത്തേക്ക് കയറി. ഡ്രൈവർ ഇതിലെ കൂടെ ഡെയിലി പോകുന്ന ആളാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. എന്തോ ഒരു ഉത്സവ കാര്യങ്ങൾ മറ്റേ ഹഡിംബ ടെമ്പിളിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞോന്നറിയില്ല, കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. കാരണം തിരക്കും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് റോഡിൽ. മാൾ റോഡിലും തിരക്ക് കുറവാണ്. മാൾ റോഡ് കുറച്ചും കൂടെ രാത്രിയിൽ സജീവമാകുന്നൊരു മാർക്കറ്റാണ്. പകലൊന്നും അങ്ങനെ അധികം ആളെ കാണാറില്ല, ഉണ്ടാവാറില്ല ആളുകൾ അധികം. പിന്നെ ഈ വലതുവശത്ത് വൻവിഹാർ നാഷണൽ പാർക്കിൻ്റെ ഭാഗങ്ങളാണുള്ളത്. നല്ലപോലെ ഇടുങ്ങിയ റോഡാണ് ഈ ഭാഗത്തുള്ളത്. കഷ്ടിച്ച് ചെറിയ 2 വാഹനങ്ങൾക്ക് പോവാം. വലിയൊരു വാഹനം എതിരെ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സൈഡ് കൊടുക്കാൻ. വർഷാവർഷം ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് മലയാളികൾ, മണാലി സന്ദർശിക്കുമ്പോൾ പ്രധാനമായിട്ടും സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഹഡിംബ ടെമ്പിൾ. ഇപ്പോൾ പാർക്കിങ്ങിൽ വണ്ടിക്ക് ഒതുക്കി പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഇനി എൻട്രൻസ് വഴി ഉള്ളിലേക്ക് കയറണം. ഇവിടെ ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് സജീവമായിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം വരുമ്പം ഈ ഒരു ഹഡിംബയുടെ ഭാഗങ്ങളൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഞാൻ വരുമ്പോൾ കുറച്ച് മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് യാക്കും കാര്യങ്ങളൊക്കെ ഈ ഭാഗങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ യാക്കിനൊന്നും കാണുന്നില്ല. കേരളം വിട്ടിട്ട് പിന്നെ ഓട്ടോറിക്ഷ കാണുന്നത് ഇവിടെ എത്തിയിട്ടാണ്. തമിഴ്നാട്ടിലും കുറച്ച് കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് ഹഡിംബയിലേക്കുള്ള മെയിൻ എൻട്രൻസ്. അതുവഴി ഉള്ളിലേക്ക് കയറി ചെറിയ ചെറിയ കടകൾ 2 വശത്തും കാണാം. ഇതിൽ നടന്ന് ഏകദേശം ഒരു 100 മീറ്റർ താഴെ ക്ഷേത്രത്തിലേക്കുള്ളൂ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു മാപ്പ്. ഈ മാപ്പിൽ അതിൻ്റെ ചുറ്റും എന്തൊക്കെയുണ്ടെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 വശത്തും കരകൗശല വസ്തുക്കളാണ് പ്രധാനമായിട്ടും വിൽക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഷോള്, വളകൾ, ആ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ ഒരു മാർക്കറ്റിലുള്ളത്. പിന്നെ ഫുഡ് ഐറ്റംസ് ആണുള്ളത്. കരകൗശല വസ്തുക്കൾ ധാരാളം ഉണ്ട്. സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെയുള്ള അധിക സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത്. കാരണം അവർക്കുള്ള സാധന സാമഗ്രികളാണ് ഇവിടുത്തെ മിക്കവാറും കടകളിലും ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഹഡിംബ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നീണ്ട ഒരു പുരാണം തന്നെ ഈ ക്ഷേത്രത്തിനുണ്ട്. മഹാഭാരതം എന്നുള്ള ഒരു വലിയ ഗ്രന്ഥത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് പറയാനുണ്ട്. മഹാഭാരതം വായിച്ച ഏകദേശം എല്ലാവർക്കും അറിയാവുന്നൊരു കഥ തന്നെയായിരിക്കും ഹിഡുംബിയുടേത്. പാണ്ഡവരുടെ വനവാസകാലത്ത് വനത്തിലെത്തിയ ഭീമനുമായിട്ട് പ്രണയത്തിലാവുന്ന ഹിഡുംബിയും അവരുടെ സഹോദരനായിട്ടുള്ള ഹിഡംബനെ
ആ ഒരു ദ്വന്ദ്വയുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തുന്ന ഭീമൻ. ശേഷം ഇരുവരും തമ്മിൽ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും അവർക്ക് ഘടോൽക്കചൻ എന്നൊരു പുത്രനുണ്ടാവുകയും ചെയ്യുന്നു. അതിനുശേഷം സഹോദരന്മാരുടെ അടുത്തേക്ക് ഭീമൻ മടങ്ങിപ്പോകുന്നു. ഹിഡുംബിയുടെ ഒറ്റയ്ക്കാവുന്നു. തൻ്റെ മകനെ അവർ നല്ലപോലെ വളർത്തുന്നൊരു യോദ്ധാവായി വളർത്തിയെടുക്കുന്നു. അവരുടെ ഭക്തി, അവരുടെ അചഞ്ചലമായിട്ടുള്ള സ്നേഹമൊക്കെ കാരണം അവരൊരു രാക്ഷസി ആയിരുന്നിട്ട് കൂടി ഒരു ദേവിയായിട്ട് മാറപ്പെടുന്നു. ഈ ഇന്ത്യയിൽ തന്നെ ഹിഡുംബിക്കായിട്ടുള്ള ഏക ക്ഷേത്രം കൂടിയാണ് ഈ ഹഡിംബ ക്ഷേത്രം. വളരെ ദയാലുവായിട്ടും തങ്ങളുടെ സംരക്ഷകയായിട്ടുമാണ് ഈ ഹിമാചലിലുള്ള ആൾക്കാർ ഹിഡുംബിയെ കാണുന്നത്. ഹിഡുംബി ഒരു നിസ്വാർത്ഥ പ്രണയത്തിൻ്റെയും ദിവ്യ സ്ത്രീത്വത്തിൻ്റെയും പ്രതീകമായിട്ടാണ് പുരാണങ്ങളിൽ കാണപ്പെടുന്നത്. പക്ഷേ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. അന്നത്തെ രാജാവായിരുന്ന രാജാ ബഹാദൂർ സിംഗ് ആണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ പണിയെഴുപ്പിച്ചത്. ദേവദാർ വൃക്ഷങ്ങൾക്കിടയിലെ മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി കൂടിയാണ് ഈ ഒരു ക്ഷേത്രം. ഹിമാലയൻ പഗോഡ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. മേൽക്കൂരകൾ പല നിലകളായിട്ട് കൂനിപ്പോലെ ഉയർന്ന രൂപത്തിലാണ്. ക്ഷേത്രത്തിന് 4 നിലകളുള്ള മേൽക്കൂരയുണ്ട്. മുകളിലേത് കോണാകൃതിയിലും താഴെയുള്ള 3 നിലകൾ മരത്തടി ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതുമാണ്. ദേവദാരു വൃക്ഷത്തിന് തടി ഉപയോഗിച്ചിട്ടാണ് ബാക്കി ഭാഗങ്ങൾ മുഴുവൻ നിർമ്മിച്ചിട്ടുള്ളത്. കല്ലുകൊണ്ടാണ് അടിത്തറ നിർമ്മിച്ചിട്ടുള്ളത്. വാതിലുകളും തൂണുകളും മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ കാണാം. ഇവയിൽ ദേവതകളുടെ രൂപങ്ങളും പൗരാണിക കഥകളൊക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഉള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, പ്രൊഹിബിറ്റഡ് ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് എന്താ കാണാനുള്ളത് വെച്ചാല് അവരുടെ പ്രതിഷ്ഠയും പിന്നെ കുറച്ച് പൂജാ സാമഗ്രികളും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കാണാനില്ല. പ്രത്യേകിച്ച് അവിടുന്ന് കിട്ടിയ പ്രസാദം ഇതെന്താ വെച്ചാല് പൊരിയും വേറെന്തോ സാധനം. ഇത് ഹിഡുംബിയുടെ മകനായിട്ടുള്ള ഘടോൽക്കചനെ പൂജിക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ മികച്ച യോദ്ധാവായിരുന്ന ഘടോൽക്കചനെ കർണൻ വാസവി ശക്തി എന്നുള്ളൊരു അമ്പ് ഉപയോഗിച്ചിട്ടാണ് കൊല്ലുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സംഭവം കാണാൻ പറ്റും. മണാലിയിൽ പോകുന്ന ഒട്ടുമിക്ക സ്ത്രീകൾ ചെയ്യുന്നൊരു പരിപാടി തന്നെയാണ് ഈ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടി. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തെക്കുറിച്ച് അഥവാ സാങ്ക്റ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് ഹിഡുംബി ദേവിയുടെ വിഗ്രഹം എന്നല്ല ഉള്ളത്. പകരം ഒരു പാദചിഹ്നമാണ് ഇവർ പൂജ ചെയ്യുന്നത്. നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവദാരു വൃക്ഷങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പ്രകൃതിയോട് ചേർന്നിട്ടുള്ളൊരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷം കൂടിയാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത്. പ്രധാനമായിട്ടും പൂജിക്കുന്നവരെക്കാട്ടിലും ടൂറിസ്റ്റുകളാണ് അധികവും ഇവിടെ കാണാനുള്ളത്. ഇതുവഴി മറ്റൊരു എൻട്രൻസ് ഉണ്ടെന്ന് കൂടി തോന്നുന്നു. ഞാൻ വന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ കൂടെ ആയിരുന്നു. നല്ലൊരു ശാന്തതയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളത്. അടിമ്പേന്ന് ഇറങ്ങി പുറത്തുള്ള പൈൻ ഫോറസ്റ്റ് കൂടെ നടക്കുകയാണ് ഞാനിപ്പോൾ. വലിയ സെറ്റപ്പ് ആയിട്ടൊന്നുമില്ല, ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലത്തെ സെറ്റപ്പ്. 10 രൂപ എടുത്തിട്ട് അതിനകത്ത് കയറുന്നവർ ബെസ്റ്റാണ്. അതിന് മാത്രമൊന്നുമില്ല. ഇവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളെ കാണാം. ഇവിടെ പ്രധാനമായിട്ടുള്ള കച്ചവടക്കാർ സ്ത്രീകളാണ് അധികവും. അത് മുതിർന്ന സ്ത്രീകൾ. പുരുഷന്മാരെ അങ്ങനെ കച്ചവട സ്ഥാപനങ്ങളിൽ കാണാറില്ല. കുറവാണ്, കാണുന്നില്ല എന്നല്ല, വളരെ കുറവാണ്. ഞങ്ങൾ വന്നപ്പോൾ ഉള്ള പോലെയല്ല. ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടി. ആളുകളിങ്ങനെ സമയം കൂടുന്നവരും വളരെ വലിയ തോതിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ കാണുന്ന പോലുള്ള ചെറിയ രീതിയിലുള്ള ഗെയിംസ്, ഈ അമ്പൊക്കെ വിട്ട് കൊള്ളിക്കുക, എറിഞ്ഞു കൊള്ളിക്കുക, അങ്ങനത്തെ കടകളൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ കാണാം. ചുറ്റിനും ഇങ്ങനെയുള്ള മരങ്ങളാണ് ഏകദേശം ഒരേ ശൈലിയിൽ തന്നെ. ബാക്കി വലിയ മരങ്ങളൊന്നും ഇവിടെ കാണാനില്ല. അതിങ്ങനെ ഒരേ രീതിയിൽ നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതുകൂടെ ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. ഇതെന്താണ് ഗെയിം, എങ്ങനെയാണ് കളിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ റേറ്റോ അതെന്ത് സംഭവം ഒന്നും ചോദിക്കാൻ പോയില്ല. അതിലേക്കൂടെ ഇങ്ങനെ വെറുതെ നടന്നതേ ഉള്ളൂ. പിന്നെ അവിടുന്ന് തിരിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്കൂടെ നടക്കാൻ തുടങ്ങി. പ്രധാനമായിട്ട് വാഷ്റൂം തപ്പിയിട്ടാണ് നടന്നത്. ഇവിടെ വാഷ്റൂം എന്നറിയില്ല. ഇവർ വാഷ്റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. വാഷ്റൂം നോക്കി നടന്നു. ഇവിടെ ചെറിയ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ പണി നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്താണെന്ന് അറിയില്ല പണിയുന്നത്. എന്തെങ്കിലും ടോയ്ലറ്റ് സൗകര്യത്തിനൊക്കെ വേണ്ടിയുള്ള മുറികളായിരിക്കാം ഈ പണിയുന്നുണ്ടാവുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല വൃത്തിയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് മുഴുവൻ. അങ്ങനെ പേപ്പർ വേസ്റ്റുകളോ ഫുഡ് വേസ്റ്റുകളോ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ ഒന്നും നിലത്ത് എവിടെയും കാണാനില്ല. ആളുകളിങ്ങനെ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പരിസരം മുഴുവൻ. ഇവിടെ സന്ദർശിക്കുന്ന ആൾക്കാരായാലും ഇത് നോക്കി നടത്തുന്ന ആൾക്കാരായാലും ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയോടെ സൂക്ഷിക്കുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ തനതായിട്ടുള്ളൊരു ഭംഗി നിലനിർത്താനായിട്ട് സഹായിക്കും. ഇവിടെ മാത്രമല്ല, ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഓരോ പൈതൃക കേന്ദ്രങ്ങളും നമ്മൾ സംരക്ഷിക്കേണ്ടത്. क्या नाम है भाई ये तुम्हारा? मेरा नाम हाँ टीपू। हाँ, तुम इधर लोकल ना?
നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത പോലത്തെ ടൈപ്പ് ഓഫ് ഒരു പ്രകൃതി ഭംഗിയാണ് ഇവിടെ ഉള്ളത്. ഇടവിട്ട് ഓരോ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൻവിഹാർ നാഷണൽ പാർക്കിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. ദൂരെ ഹഡിംബ ക്ഷേത്രം കാണാം. ഇപ്പോൾ ക്ഷേത്രത്തിന് മുമ്പിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ വന്ന് നിന്ന ആ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ. ഹഡിംബയിലെ കറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മണാലി സ്പെഷ്യൽ സിദ്ധു മോമോസ്. ഇവ കൂടാതെ കുറച്ച് മാഗിയും പാവ് ബജിയും കഴിച്ചു. ഇവിടെ നിന്ന് നേരെ പാർക്കിങ്ങിലേക്ക് വന്നു. ഇവിടെ ധാരാളം സഞ്ചാരികൾ വന്നിട്ടുള്ള വാഹനങ്ങളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ കിടക്കുന്നതാണ് നമുക്ക് പോകേണ്ട വണ്ടി. ദൂരെ മലനിരകളൊക്കെ കാണാം. പിന്നെ ബാക്കിയുള്ളവരും വന്നതിന് ശേഷം വണ്ടി എടുത്തു. ഇനി നേരെ നമ്മൾ പോകുന്നത് ജോഗ്നി ട്രെക്കിങ് ചെയ്യാനുള്ള ഭാഗത്തേക്കാണ്. ഇത്രയും ഇടുങ്ങിയ റോഡിലൂടെ ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ഇവരുടെ ഒരു ഡ്രൈവിംഗ് സ്കില്ല് എത്രത്തോളം ഉണ്ടെന്നാണ് ഞാനീ ചിന്തിക്കുന്നത്. ചിലപ്പം ഡെയിലി ഇതുവഴി വണ്ടി ഓടിച്ച് ശീലമായതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ഇത്രയും സ്പീഡിൽ പോകുന്നത്. ശരിക്കും വാൻവിഹാറിൽ നമുക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാതിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഹഡിംബ ടെമ്പിളിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ പോലെ തന്നെയാണ് ഈ ഒരു നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ, വേറെ ഒന്നും കാണാനായിട്ട് അധികം ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ വണ്ടി നേരെ മെയിൻ റോഡിലേക്ക് ഇറങ്ങി നമ്മൾ ഇന്നലെ പോയിട്ടുള്ള അടൽ ടണൽ ഭാഗത്തേക്ക് കുറച്ച് ദൂരം പോകും. അവിടെ നിന്നാണ് ജോഗ്നി ട്രെക്കിങ് ഉള്ളത്. ഈ വീഡിയോയും ഇവിടെ കൊണ്ട് തീരുന്നു. അടുത്ത ജോഗ്നി ട്രെക്കിംഗ് വീഡിയോ കാണുന്നവരേക്കും ബായ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.